പ്രിയമുള്ളവരെ നമസ്കാരം. നാം ജീവിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ കഠിനാധ്വാനം ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല. മറിച്ച് നാം ചെയ്യുന്ന ഓരോ കാര്യവും എത്രമാത്രം സ്മാർട്ടായിട്ടാണോ ചെയ്യുന്നത് അതിനനുസരിച്ച് മാത്രമായിരിക്കും നമ്മുടെ വിജയം, ആ വിജയത്തിൻ്റെ സ്പീഡും. എന്നാൽ നമുക്കെല്ലാവർക്കും കാര്യങ്ങൾ സ്മാർട്ടായിട്ട് ചെയ്യാൻ കഴിയണം എന്ന് ഒരു നിർബന്ധവുമില്ല. പലരും ആ വിഷയത്തിൽ പരാജയപ്പെടാറുമുണ്ട്. അപ്പോൾ നമ്മൾ ഈ സ്മാർട്ടായിട്ടോരോ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള സ്കില്ലുകൾ നമ്മൾ ഡെവലപ്പ് ചെയ്യണം. നമ്മളൊരു വിഷയം സ്മാർട്ടായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ നമുക്കത് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ നമുക്കൊരു സ്കില്ലിൻ്റെ കുറവ് ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ എന്തൊക്കെ സ്കില്ലുകളാണ് നമ്മളൊരു കാര്യം സ്മാർട്ടായിട്ട് ചെയ്യാൻ വേണ്ടി കരസ്ഥമാക്കേണ്ടത് എന്നതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. അത് നിങ്ങൾ ഒരു പ്രൊഫഷണൽ വ്യക്തി ആയിക്കോട്ടെ, നിങ്ങളൊരു ബിസിനസ്സുകാരനായിക്കോട്ടെ, തീർച്ചയായിട്ടും ഇനി ഞാൻ പറയാൻ പോകുന്ന 5 സ്കില്ലുകൾ നിങ്ങൾ കരസ്ഥമാക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റിയിൽ വലിയ മാറ്റം ഉണ്ടാവും. ചുരുങ്ങിയത് ഒരു 10 ടൈംസ് എങ്കിലും നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി വർദ്ധിക്കുക തന്നെ ചെയ്യും. വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിൽ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സമ്പാദ്യവും ഇൻവെസ്റ്റ്മെൻറ്റും അതുപോലെ തന്നെ സ്കിൽ ഡെവലപ്മെൻറ്റും ബിസിനസ് ഡെവലപ്മെൻറ്റും ഇതെല്ലാമാണ് നമ്മുടെ ഈ ചാനലിലെ മുഖ്യ വിഷയം. പ്രിയമുള്ളവരെ, നാം ടെക്നോളജിയുടെ ലോകത്താണ്. ടെക്നോളജിയെ എങ്ങനെ ഉപയോഗപ്പെടുത്തണമെന്ന് പഠിക്കാതെ, മനസ്സിലാക്കാതെ നാം എത്ര പ്രൊഫഷണലി സ്കിൽഡായിട്ടുള്ള വ്യക്തി ആയിക്കോട്ടെ, ഇനി അതല്ല നല്ലൊരു ബിസിനസ്മാൻ ആയിക്കോട്ടെ, നമുക്ക് സ്മാർട്ടായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യമായിട്ട് കരസ്ഥമാക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത് പുതിയ ടെക്നോളജിയെക്കുറിച്ചാണ്. പ്രത്യേകിച്ച് AI ടെക്നോളജിയെക്കുറിച്ച്. നമ്മൾ ഒരിക്കലും പുതിയ ടെക്നോളജിയിൽ നിന്ന് മാറി നിൽക്കരുത്. പുതിയ ടെക്നോളജികൾ വരുമ്പോൾ ആ ടെക്നോളജികൾ കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും അറിവ് കരസ്ഥമാക്കാനുമുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്തു ഉണ്ടാവണം. അതിനുശേഷം അത്തരം ടെക്നോളജികൾ എങ്ങനെയാണ് ബിസിനസ്സിന് ഉപയോഗപ്പെടുന്നത് എന്ന് പഠിച്ച് മനസ്സിലാക്കി അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും തയ്യാറാവണം. പ്രത്യേകിച്ച് AIയിൽ തന്നെ ഒരുപാട് ടൂളുകളും പ്ലാറ്റ്ഫോമുകളൊക്കെ അവൈലബിൾ ആണ്. ഇതിൽ തന്നെ പല പ്ലാറ്റ്ഫോമുകളും പല ടൂളുകളും നമ്മുടെയൊക്കെ ബിസിനസ്സിന് ഒരുപാട് സ്പീഡ് കൂട്ടുമെന്നുള്ളതാണ്. അപ്പോൾ അത്തരം ടൂളുകളെക്കുറിച്ചൊക്കെ കൂടുതൽ പഠിക്കാൻ പറ്റും. പ്രത്യേകിച്ച് നാം എല്ലാവരും മനസ്സിലാക്കേണ്ടത് അറ്റ്ലീസ്റ്റ് മിനിമം ലെവലിൽ എല്ലാവരും എന്താണ് ChatGPT എന്ന് പഠിക്കണം. എന്താണ് ChatGPT, ChatGPTയിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് കിട്ടും, എന്തൊക്കെ കാര്യങ്ങൾ ChatGPT ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ജോലിയെയും ബിസിനസ്സിനെയും വർദ്ധിപ്പിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ChatGPTയിൽ എങ്ങനെയാണ് ഏറ്റവും നല്ല പ്രോംപ്റ്റുകൾ ഉണ്ടാക്കേണ്ടത് എന്ന് പഠിക്കണം. പ്രോംപ്റ്റാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. എത്തരത്തിലുള്ള പ്രോംപ്റ്റുകൾ കൊടുത്താലാണ് എത്തരത്തിലുള്ള ഏറ്റവും നല്ല ഡാറ്റകൾ ChatGPTന് കിട്ടുന്നതെന്ന് പഠിക്കണം. അപ്പോൾ ChatGPTയുടെ ഫങ്ഷൻസിൽ ഒരു പഠനം, അതിനുവേണ്ടി പഠിക്കാനുള്ള ഒരു ശ്രമം നിങ്ങൾ നടത്തിയാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ബിസിനസ്സിലായിക്കോട്ടെ, നിങ്ങളുടെ പ്രൊഫഷണലായിക്കോട്ടെ, നിങ്ങളുടെ പ്രൊഫൈലിലായിക്കോട്ടെ വലിയ മാറ്റങ്ങൾ അത് ഉണ്ടാക്കും. അത് നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റിയെ വലിയ ചേഞ്ച് അതിൽ ഉണ്ടാക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. രണ്ടാമതായിട്ട് നാം ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്കില്ല് എന്ന് പറയുന്നത് ഇമോഷണൽ ഇൻ്റലിജൻസ് ആണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ ലോകത്ത് വിജയിച്ച ലീഡേഴ്സായിട്ടുള്ള ആളുകളെ എടുത്തൊന്ന് പഠിച്ചു നോക്കൂ. അവർ ഏറ്റവും കൂടുതൽ IQ ഉള്ളവരായിരുന്നോ? അതല്ല ഹയർ ഡിഗ്രി ഉള്ളവരായിരുന്നോ? അല്ല, അവർ നല്ല ഇമോഷണൽ ഇൻ്റലിജൻസ് ഉള്ള ആളുകളായിരുന്നു. അവർ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്നതിൽ മിടുക്കരായിരുന്നു. നല്ല ബന്ധങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നതിൽ മിടുക്കരായിരുന്നു. അവർക്ക് അവരുടെ സ്ഥാപനത്തിലുള്ള എംപ്ലോയീസിനോട് ഏറ്റവും നന്നായിട്ട് പെരുമാറാനും അവരെ കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യാനും അവരിലൂടെ കൂടുതൽ പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കാൻ കഴിവുള്ള ആളുകളായിരുന്നു. അവർക്ക് ക്ലയൻറ്റ് റിലേഷൻഷിപ്പിനെ കുറിച്ച് നല്ല ധാരണയുള്ളവരായിരുന്നു. അവർ അവരുടെ ബന്ധങ്ങൾ അവരുടെ ബിസിനസ് വളർച്ചയ്ക്കും അവരുടെ പ്രൊഫഷണൽ വളർച്ചയ്ക്കും നല്ലപോലെ ഉപയോഗപ്പെടുത്തിയവരായിരുന്നു. അങ്ങനെ ഈ ഇമോഷണൽ ഇൻ്റലിജൻസ് നമ്മൾക്ക് കുറവാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഡെവലപ്പ് ചെയ്യാനുള്ള അത്തരത്തിലുള്ള സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമുകളിൽ നാം പങ്കെടുക്കാൻ ശ്രമിക്കണം. അതിലൂടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വലിയ മാറ്റമുണ്ടാകും. മൂന്നാമതായിട്ട് നാം കരസ്ഥമാക്കേണ്ട ഒരു സ്കില്ല് എന്ന് പറയുന്നത് ലിവറേജ് സ്കില്ലാണ്. അതുതന്നെ പല രീതിയിലുള്ള ലിവറേജ് സ്കില്ലുകളുണ്ട്. നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ ലിവറേജ് സ്കിൽ ഡെവലപ്പ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹ്യൂമൻ ലിവറേജ് സ്കിൽ ഡെവലപ്പ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ടെക് ലിവറേജ് സ്കില്ല് ഡെവലപ്പ് ചെയ്യാം. അപ്പോൾ ലിവറേജ് എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾക്ക് ഒരു പ്രത്യേക സെറ്റപ്പേ ഉള്ളൂ, മറിച്ച്
മറ്റുള്ളവരുടെ കഴിവുകളെയും കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടുക. ഇതാണ് ലിവറേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നല്ല രീതിയിലുള്ള ടീമിനെ ബിൽഡ് ചെയ്തുകൊണ്ട് അവരുടെ പ്രൊഡക്ടിവിറ്റിയുടെ അവരുടെ സമയം കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ പ്രൊഡക്റ്റിനെ കൂട്ടാനുള്ള ശ്രമം നടത്തുക. അതുപോലെ തന്നെ ടെക്നോളജിക്കലി എക്സ്പെർട്ടായിട്ടുള്ള ആളുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റിയെ കൂട്ടാൻ വേണ്ടി ഓട്ടോമേറ്റ് ചെയ്തുകൊണ്ട് ഡെവലപ്പ് ചെയ്തെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക. പിന്നെ ഫൈനാൻഷ്യൽ ലിവറേജ് ആണ്. ഈവൻ നിങ്ങളുടെ കയ്യിൽ 2 ലക്ഷം രൂപയേ ഉള്ളൂ എങ്കിൽ പോലും നിങ്ങൾക്ക് 1 മില്യനോ 2 മില്യൻ്റെയൊക്കെ കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഫൈനാൻഷ്യൽ ലിവറേജ് ലഭിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ പോകണം. അപ്പോൾ ആ ലിവറേജുകളൊക്കെ ഏറ്റവും സ്മാർട്ടായിട്ടും നന്നായിട്ടും ഉപയോഗപ്പെടുത്തിയാൽ, അതിനുള്ളൊരു സ്കില്ല് നിങ്ങൾ ഡെവലപ്പ് ചെയ്താൽ അത് ശരിക്കും പഠിക്കേണ്ട വിഷയം തന്നെയാണ്. അത്തരത്തിലുള്ള ലിവറേജ് സ്കിൽ ഡെവലപ്മെൻറ്റുകളിൽ നിങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കുക. അതിലൂടെയും വലിയൊരു മാറ്റം നമ്മളിലുണ്ടാവും. 4ാമതായിട്ട് നാം ഓരോരുത്തരും ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്കില്ലാണ് പബ്ലിക് സ്പീക്കിംഗ് ആൻഡ് സ്റ്റോറി ടെല്ലിംഗ് സ്കില്ല് എന്ന് പറയുന്നത്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഇവിടെയുള്ള പല പ്രൊഫഷണലായിട്ടുള്ള ആളുകൾക്കും പല ബിസിനസ് ചെയ്യുന്ന വ്യക്തികൾക്കും 4 ആൾ കൂടുന്നിടത്ത് 2 വാക്ക് പറയാനുള്ള ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ ഉണ്ട് എന്നുള്ളതാണ്. ഇതൊരു പബ്ലിക്കിൻ്റെ മുമ്പിൽ മാത്രം സംസാരിക്കേണ്ട വിഷയമല്ല, മറിച്ച് ഒരു ക്ലയൻറ്റിൻ്റെ മുമ്പിൽ ഒരു ബോർഡ് മീറ്റിങ്ങിൽ അതിനൊരു പ്രസൻറ്റേഷൻ ചെയ്യുന്നതിൽ ഇതിൽ നിന്നൊക്കെ നമ്മൾ ഒളിച്ചോടി പോകുന്ന ഒരവസ്ഥ ഉണ്ടാവാറുണ്ട്. അത് ഇത്തരം സ്കില്ലുകളൊന്നും ജന്മന ആർക്കും ഉണ്ടാവുന്നതല്ല. അതെല്ലാം പ്രയത്നത്തിലൂടെ പരിശീലനത്തിലൂടെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു സ്കില്ല് നിങ്ങൾക്ക് ഇല്ല എന്നുള്ളത് കൊണ്ട് മാത്രം നിങ്ങൾ പിറകോട്ട് പോകേണ്ടവരല്ല. ഒരുപക്ഷെ ഇത്തരത്തിലൊരു സ്കില്ല് നിങ്ങളില്ലാത്തതിൻ്റെ പേരിൽ മാത്രം നിങ്ങളുടെ കരിയറിൽ വലിയ നഷ്ടങ്ങൾ, നിങ്ങളുടെ ബിസിനസ്സിൽ വലിയ നഷ്ടങ്ങൾ ഉണ്ടായേക്കാം. അതുകൊണ്ട് തന്നെ ഈ പബ്ലിക് സ്പീക്കിങ്ങും അതുപോലെ തന്നെ ഈ പബ്ലിക് സ്പീക്കിൻ്റെ ഇടയിൽ നല്ല നല്ല സ്റ്റോറികൾ പറഞ്ഞുകൊണ്ട് മനുഷ്യൻ്റെ ബ്രെയിനിലേക്ക് ചില ഐഡിയകൾ ഇട്ട് കൊടുക്കുന്ന രീതിയിലുള്ള ആ ഒരു സ്റ്റോറി ടെല്ലിംഗ് സ്കില്ലും ഡെവലപ്പ് ചെയ്തെടുക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ വലിയ മാറ്റം നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫിലും ബിസിനസ് ലൈഫിലും ഉണ്ടാകും. ഇനി അവസാനമായിട്ട് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഞാൻ ആദ്യം പറയുന്ന 4 കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ പോലും അവസാനമായി പറയുന്ന ഈ ഒരു കാര്യം നിങ്ങൾക്കില്ലെങ്കിൽ പിന്നെ നമുക്ക് വിജയമുണ്ടാവില്ല. അത് വളരെ സിമ്പിളാണ്. ഒന്ന് ഡിസിപ്ലിൻ പ്ലസ് ഫോക്കസ്. ഡിസിപ്ലിനും ഫോക്കസും ഇല്ലാത്ത ഒരു പ്രവർത്തനത്തിനും റിസൾട്ട് ഉണ്ടാവില്ല എന്നുള്ളതാണ്. നമ്മൾ ചെയ്യുന്ന ഏതൊരു കാര്യവും കൃത്യമായ ഡിസിപ്ലിനോടുകൂടിയാണ് ചെയ്യുന്നതെങ്കിൽ, അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ കൃത്യമായ ഒരു ഫോക്കസും ഉണ്ടെങ്കിൽ, ആ ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തുന്നത് വരെ നമ്മൾ അതിനുവേണ്ടി ശ്രമങ്ങൾ നമ്മൾ നടത്തുകയാണെങ്കിൽ, അതിൽ ഒരു വിധത്തിലുള്ള മടിയോ അലസതയോ നമ്മളെ ബാധിക്കാത്ത രീതിയിൽ നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ വിജയം നമുക്കുള്ളത് മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു ഡിസിപ്ലിൻ ഇല്ലെങ്കിൽ, നമുക്കൊരു ഫോക്കസ് ഇല്ലെങ്കിൽ, അത്തരത്തിലുള്ള സ്കില്ലുകളും ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയുള്ള ശ്രമവും നിങ്ങൾ നടത്തുക. പ്രിയമുള്ളവരെ, ഞാൻ ഈ പറഞ്ഞ 5 സ്കില്ലുകളും നാം ഓരോരുത്തർക്കും വളരെ ആവശ്യമുള്ള നമ്മുടെ വളർച്ചയ്ക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 കാര്യങ്ങളാണ്. ആരും അത് നേടിയെടുക്കാൻ പുറകോട്ട് നിൽക്കരുത്. സ്വയം ഒന്ന് അനലൈസ് ചെയ്യുക. ഇതിൽ ഏതൊക്കെ മേഖലയിലാണ് നാം വീക്കായിട്ടുള്ളത്, ആ മേഖലയിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കാനും ആ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്തെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക. ഇത്തരത്തിലുള്ള സ്കിൽ ഡെവലപ്മെൻറ്റൊക്കെ നിങ്ങൾ ചെയ്യുന്നതിലൂടെ, നിങ്ങളൊരു ശ്രമം നടത്തുന്നതിലൂടെ, അതിലൂടെ ആ സ്കില്ലുകൾ നിങ്ങൾ നേടിയെടുക്കുന്നതിലൂടെ തീർച്ചയായിട്ടും 100% ഞാൻ ഉറപ്പുവരുന്നു, നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രൊഡക്ടിവിറ്റിയിൽ നിന്നും ചുരുങ്ങിയത് ഒരു 10 ഇരട്ടിയെങ്കിലും നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി വർദ്ധിക്കും. അതിലൂടെ നിങ്ങളുടെ വരുമാനം വർദ്ധിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. മറ്റൊരു വിഷയമായി അടുത്ത ആഴ്ച. നന്ദി, നമസ്കാരം.